ഹല്ലേലൂയ. ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നിന്നെ തലയാക്കും, നീ വാലല്ല. ഹല്ലേലൂയ. നീ ആരുടെയും വാലാട്ടിയല്ല, നിന്നെ തലയാക്കും തന്നെയാ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവർ ദാരിദ്ര്യത്തെ ഒത്തിരി കെട്ടിപ്പിടിക്കേണ്ട. കീറിയ പാൻറ്, കീറിയ ഷർട്ട് അല്ലേ, ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുക. ഇതാണോ ദാരിദ്ര്യം? സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ നല്ല യൂണിഫോം വേണ്ട ഇന്ന്? വേണോ? കീറി യൂണിഫോം ഇട്ടുണ്ട് പിള്ളേരെ സ്കൂളിൽ വിടാൻ ഒക്കുവോ? യൂണിഫോം മേടിക്കണേ കാശ് വേണോ? വേണം. വേണമെങ്കിൽ പണിയെടുക്കണം അല്ലേ, അധ്വാനിക്കണം, പണം ഉണ്ടാവും. ഞാൻ പറയുന്നതിൻ്റെ പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? മനസ്സിലായോ? പണിയെടുക്കണം. പണിയെടുത്തിട്ട് കള്ളു കുടിച്ച് കളയരുത്. പണിയെടുത്തിട്ട് അന്തസ്സായിട്ട് മാന്യമായിട്ട് പണം സമ്പാദിക്കണം. മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം. മാന്യമായിട്ട് ജീവിക്കണം. നന്നായിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കണം. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഭക്ഷണം കൊടുക്കണമെന്നേ. അവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വളരട്ടെ, പ്രാർത്ഥന വളരട്ടെ. സമ്പത്തുള്ളപ്പോൾ ആ കർത്താവിനെ കൂടുതൽ വിളിക്കേണ്ടത്, കൂടുതൽ ആരാധിക്കേണ്ടത്. അല്ലാതെ എല്ലാം തീർന്നു പോയി കഴിഞ്ഞിട്ട് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും കർത്താവ് കാരുണ്യവാനാണ്. കർത്താവ് കൈപിടിച്ച് എങ്ങനെയൊക്കെ രക്ഷിക്കും. ഹല്ലേലൂയ. പറഞ്ഞേ, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. കർത്താവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുയർത്തും. ഒച്ചത്തിൽ പറഞ്ഞേ, കർത്താവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുയർത്തും. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. മക്കളും തലമുറകളും ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ പിശാചേ, ദാരിദ്ര്യത്തിന്റെ പിശാചേ, എന്റെ കുടുംബത്തെ വിട്ടുപോകുക. ദാരിദ്ര്യത്തിന്റെ അരൂപി യേശുനാമത്തിൽ വിട്ടുപോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബജീവിതം നയിക്കുന്നവര് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയൊക്കെ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വേണ്ട രീതിയിലൊക്കെ അവരെ നന്നായിട്ട് പോറ്റിക്കൊണ്ട് പോകണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് കേട്ടോ. അല്ലാതെ അധ്വാനിച്ച് കള്ളും കുടിച്ച് നശിപ്പിച്ച് കുടുംബവും തകർത്ത് അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. അപ്പം നമ്മൾ കുടുംബജീവിതം നയിക്കുന്നവരൊക്കെ കുറേ കൂടെയൊക്കെ നല്ല ഒരു കാഴ്ചപ്പാടുണ്ടാവണം. കുടുംബത്തെക്കുറിച്ചും സാമ്പത്തിക മേഖലയെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് അധ്വാനിക്കണം, പണിയെടുക്കണം. ഇനി നമ്മുടെ നാട്ടിലെ ഒരു ചിലരുടെ ചിന്തയാണ്, അതായത് 56-ാമത്തെ വയസ്സിൽ റിട്ടയറായി അല്ലേ, റിട്ടയറായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു. ഇനി പണിയൊന്നും എടുക്കണ്ട, കിട്ടുന്ന പെൻഷനൊക്കെ മേടിച്ച് ആ പെൻഷനും കൊണ്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കള്ളും കുടിച്ച് അല്ലെ തിന്ന് കുടിച്ച് ജീവിക്കുക. ഇതാണോ ജീവിതം? ഇതാര് പറഞ്ഞു? ഇതാണോ ലൈഫ്? എന്തൊരു വിഡ്ഢിതരമായത്. 56 വയസ്സ് പെൻഷനായിട്ട് എത്രയോ ചേട്ടന്മാർ അതിന് ജീവിതം കളയുന്നത്, ചേച്ചിമാരും. ചുമ്മാ ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നേ. റിട്ടയർ ആയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? കുഞ്ഞു കുഞ്ഞു ബിസിനസ് ചെയ്യാം, അല്ലെ കുഞ്ഞു കുഞ്ഞു ജോലി ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം. എപ്പോഴും നമ്മൾ എന്തെങ്കിലും എൻഗേജഡ് ആയിരിക്കണം. അല്ലെ നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? അല്ലെ ശുശ്രൂഷ മേഖലയിൽ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയി ശുശ്രൂഷ ചെയ്യാം. ഒത്തിരി കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാതെ വീട്ടിനകത്ത് ചടഞ്ഞു കൂടിയിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ 56-ാം വയസ്സിൽ പെൻഷനായി മരിക്കുന്നത് 90-ാമത്തെ വയസ്സിൽ ഒരു പണിയില്ല, പെൻഷൻ മേടിച്ച് ജീവിക്കുക. ഇതാണോ ജീവിതം? ഇറ്റ് ഈസ് നോട്ട് ലൈഫ്. ഇതല്ല ജീവിതം. ആ ജീവിതത്തിന് ഒരർത്ഥം വേണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. നമ്മുടെ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ കൊടുക്കാനുണ്ടെങ്കിലേ കൊടുക്കുള്ളൂ അല്ലേ? ആരെങ്കിലും വന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വല്ലതും ചോദിച്ചാൽ കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. ഇനി ഉണ്ടെങ്കിലും കൊടുക്കാത്തവർ ഒത്തിരി പേരുണ്ട്. അവർ നിൽക്കട്ടെ. നല്ല മനസ്സുള്ളവർക്ക് ഇല്ലെങ്കിലോ കാര്യമുണ്ടോ?
ഞങ്ങൾ പ്രാർത്ഥിക്കാവേ. ആർക്ക് വേണം നിങ്ങളുടെ പ്രാർത്ഥന? ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൊടുക്കാൻ കയ്യിലുണ്ടാവണം. വേണ്ടേ? വേണം. ആ ഒരു ചിന്തയിലേക്ക് വാ. വേണമെന്നേ. കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവും. ഒരാളൊന്ന് കൈ നീട്ടിയാൽ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവണം. അവിടെയാണ് ഈ സമ്പത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഒരു ആശുപത്രിയിൽ ഒരു രോഗി, അയൽവാസിക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു, ആശുപത്രി കേസ്, നമ്മളെ കൂടി ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാൻ നമ്മളിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേണം. അതുകൊണ്ട് 56-ാമത്തെ വയസ്സിൽ പെൻഷനായി. പിന്നെ ജീവിതം തീർന്നു. തിന്നും കുടിച്ചും മക്കളും കൊച്ചുമക്കളോട് ജീവിക്കുക. അതിൻ്റെ അപ്പുറം എന്തു ചെയ്യാൻ പറ്റും എനിക്ക്? എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം 10, 85, 90 വയസ്സായവരൊക്കെ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നതാണ്. രാവിലെ എണീറ്റ് നടക്കുന്നതാണ്. അവരുടെ ആരോഗ്യം നോക്കി നടക്കുന്നതും സംസാരിക്കുന്നതും ഭാര്യയും ഭർത്താവൊക്കെ കയ്യെ പിടിച്ച് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 60 കഴിഞ്ഞ പിന്നെ തീർന്നു. കാൽമുട്ട് തേയ്മാനമായി, നടുവേനയായി, കാശിന് ഓടത്തില്ല. ഞാനുള്ള സത്യമാണ് പറയുന്നത്. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതം കളഞ്ഞത് നിങ്ങൾ തന്നെയാണ്. വീട്ടിൽ ഒരു സമാധാനമില്ല. ഭർത്താവിനെ ചെത്ത് വിളിച്ചും വഴക്കുണ്ടാക്കിയും അങ്ങനെ ഒരു ലൈഫ്, ഒരു സന്തോഷമില്ലാത്ത ജീവിതം വന്നു വന്നാണ് നിങ്ങളൊക്കെ പ്രായമായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ തമാശ പറഞ്ഞല്ല. നിങ്ങളൊക്കെ പ്രായമായതിൻ്റെ കാര്യം ഇതാണ്. നമ്മുടെ കുടുംബത്തിലെ സാഹചര്യങ്ങളും മനസ്സിന് സന്തോഷമില്ല, സ്വസ്ഥതയില്ല, പണമില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല, ടെൻഷനായി, പ്രയാസമായി. സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ ആ അവസ്ഥ മാറും. മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടും. സത്യത്തിൽ നമ്മൾ തന്നെ വരുത്തി വെച്ചാൽ. അതുകൊണ്ട് ആയുസ്സുള്ള കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത് നന്നായിട്ട് പണിയെടുക്കണം, പണിയെടുത്ത് പണം സമ്പാദിക്കണം എന്ന ഒരു നിലപാടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇഷ്ടമുള്ളവർക്ക് ഏറ്റെടുക്കാം, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. 56 വയസ്സായാൽ പെൻഷനായിട്ടില്ല. നമ്മൾ 100 വയസ്സിൽ മരിക്കുമ്പോഴും നമ്മൾ പെൻഷനാവുന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് മരിക്കുന്നത് വരെ നമ്മൾ പെൻഷനാവുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കിപ്പോൾ എത്ര വയസ്സ് പറയും? നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എത്ര വേണേലും പറഞ്ഞു. ഞാൻ പെൻഷൻ പറ്റുന്നത് ഞാൻ മരിക്കുമ്പോഴാണ് പെൻഷൻ പറ്റുള്ളൂ. അതിനു മുമ്പ് ഞാൻ പെൻഷൻ പറ്റത്തില്ല. മരിക്കുന്നത് വരെ ഈ സുവിശേഷം പറഞ്ഞു നടക്കും. അത് തീരുമാനം തന്നെയാണ്. മരിക്കുന്നത് വരെ കർത്താവിന് സുവിശേഷം പറയും. കയറി നിന്ന് കഴിഞ്ഞാൽ 25 വയസ്സുകാരൻ എങ്ങനെ നിന്ന് സുവിശേഷം പറയുന്നോ അതേ ആരോഗ്യത്തിന് ചുറുചുറുക്കിൽ നിന്ന് സുവിശേഷം പറയും. ഒരു മടിയില്ല, ഒരു മടുപ്പുമില്ല. തീയ ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ തീയ. ഹല്ലേലൂയ. നല്ലൊരു കൈയടി, കുഴപ്പമില്ല, ശക്തോടെ കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ വേണമെന്ന് നിങ്ങളൊക്കെ അങ്ങനെ വേണം. എനിക്കിപ്പോൾ 62 വയസ്സുണ്ട്. എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞ് ഞാൻ ശുശ്രൂഷാ ജീവിതത്തിലേക്ക് വന്നു. മരിക്കുന്നത് വരെയും കർത്താവിന് വേണ്ടി ഓടും. ആരും തോപ്പിക്കത്തില്ല, ആരും തോപ്പിക്കത്തില്ല. മരിക്കുന്നത് വരെ ഈ സുവിശേഷം പ്രസംഗിക്കും. ഹല്ലേലൂയ. അവസാന ശ്വാസം പോകുന്നവരെ സുവിശേഷം പ്രസംഗിക്കും. എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. വയസ്സ് 86 ആരോഗ്യവാൻ, അധ്യാപകനായിരുന്നു, റിട്ടയറൊക്കെ ആയി. പണ്ട് റിട്ടയർ ആയതാണ്. ഇങ്ങനെ ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്ന കാലം മുഴുവൻ അധ്വാനിക്കുക, കർത്താവിനോട് ജീവിക്കുക, കർത്താവിനെ ആരാധിക്കുക. ഇതായിരിക്കണം നമ്മുടെ ചിന്തയും കാഴ്ചപ്പാടും. ഇവിടെ എല്ലാം നമ്മൾ കണ്ടതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു. അബ്രാഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ സമ്പന്നതയിൽ ദൈവത്തെ ആരാധിച്ചു. കണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമ്പന്നതയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, വിളിച്ചപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ എല്ലാം കൈവിട്ട് കടം കയറി മുടിഞ്ഞു കഴിഞ്ഞപ്പോൾ ധ്യാനം കൂടി ദൈവത്തെ ആരാധിക്കാനും വേളാങ്കണ്ണിക്കോ അതിലേക്ക് ഓടുക, അതല്ല വേണ്ടത്. സമ്പത്തുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. കുടുംബമായിട്ട് ആരാധിക്കണം, അല്ലേ? യോശുവ പറയുന്നില്ലേ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും, യഹോവയെ ആരാധിക്കും. ആ കുടുംബം ഒന്നായിട്ട് ദൈവത്തെ ആരാധിക്കണം. അപ്പനും അമ്മയും മക്കളും എല്ലാവരും അധ്വാനിക്കണം. അല്ല ചുമ്മാ ഇരുന്നുള്ള പരിപാടി നമ്മളൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നതാണ് മിടുക്ക്. അപ്പം അതിനുവേണ്ടിയുള്ള ഒരു കാലിബർ, ഒരു തീരുമാനം, ഉള്ളിൽ ഒരു തീരുമാനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ പെൻഷനാവുമോ? പറയുന്നേ ഇല്ല, പെൻഷൻ ആവത്തില്ല. നമ്മൾ പെൻഷനാകുന്ന പ്രശ്നമില്ലെന്നേ.
ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ മാത്രമാണ്. അവിടെ ചെന്നാൽ പെൻഷൻ ആവുന്നുണ്ടോ? അവിടെ നമ്മൾ ദൈവത്തെ മുഖത്തോട് കണ്ട് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് നേരിട്ട് നമ്മൾ ആരാധിക്കുക. അവിടെയും ചെന്നാൽ നമുക്ക് വിശ്രമമില്ല, ആരാധന സ്തുതിപ്പാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിടിഞ്ഞ് തകർന്നിരിക്കരുത്. കർത്താവ് നിനക്ക് വേണ്ടി ഈ ധ്യാനത്തിലൂടെ വലിയ ഒരു ഓപ്പണിംഗ് തരാനായിട്ട് പോവുക. വലിയ ഒരു വാതിൽ നിനക്കായിട്ട് കർത്താവ് തുറക്കാനായിട്ട് പോവുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 45-ാം അധ്യായത്തില് 2 മുതലുള്ള തിരുവചനങ്ങൾ. നിനക്ക് മുൻപേ ഞാൻ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവായ ഞാൻ പറയുന്നു. എന്താ പറയുന്നത്? അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. കർത്താവ് പറയുന്ന അന്ധകാരത്തിലെ നിധികൾ, മറഞ്ഞിരിക്കുന്ന നിധികൾ, രഹസ്യ ധനശേഖരം നിനക്ക് ഞാൻ തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ പ്രതിനാമത്തിലും വിളിക്കുന്നു. ഇവിടെ പറയുക, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും, നിനക്ക് തരും, നിനക്ക് തരും. സാമ്പത്തിക കടബാധ്യതയുള്ളവർ ഈ വചനം യെശയ്യാ 45 2 മുതൽ 6 വരെയുള്ള വചനങ്ങൾ ദിവസം ഒരു 10-25 തവണ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എൻ്റെ ഒരു പുസ്തകമുണ്ട്, വാഗ്ദത്ത വചനങ്ങൾ എന്നൊരു പുസ്തകം. ഇന്ന് നിങ്ങളൊക്കെ കുമ്പസാരത്തിൻ്റെ സമയത്ത് കുമ്പസാരിപ്പിക്കാൻ വന്ന ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഒരിക്കലും നേരത്തെ പരിചയമുള്ള അപ്പം അച്ഛന് ഞാനന്ന് എൻ്റെ വാഗ്ദത്ത വചനങ്ങൾ കൊടുത്തിരുന്നു. അച്ഛൻ എന്നോട് പറയുകയാണ്, ഇന്ന് പറഞ്ഞതാണ് ബ്രദറെ, പല രാത്രികളിലും ഞാൻ ആ വചനങ്ങൾ ഇന്ന് വായിക്കും. ചിലപ്പോൾ ഉറക്കം വരാത്തപ്പോൾ ഈ വാഗ്ദത്ത വചനങ്ങൾ ഞാൻ എൻ്റെ തലയ്ക്ക് വെച്ചാൽ കിടക്കുന്നത്. 120ഓളം വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളാണ് വാഗ്ദത്ത വചനങ്ങൾ. നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും, ആവശ്യക്കാർക്ക് നമ്മുടെ കൗണ്ടറിൽ നിന്ന് മേടിക്കാം. അപ്പം അച്ഛൻ ഇന്ന് എന്നോട് പറയുകയാണ്, അതിനകത്ത് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള വചനങ്ങൾ ഞാൻ മിക്കവാറും ഇത് വായിക്കും. ഉറക്കം വരാത്ത സമയത്ത് ഈ പുസ്തകം ഞാൻ തലക്കൽ വെച്ചാൽ കിടക്കുന്നതെന്ന് അച്ഛൻ എന്നോട് പറയുക. അപ്പം ഞാൻ ഓർക്കുകയാണ്, എത്ര വലിയ രീതിയിലാണ് വചനം സ്വാധീനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. വചനമാണ് നമ്മുടെ ബലവും ശക്തിയും. ഹല്ലേലൂയ. നമ്മൾ നിയമാവർത്തനം 28 വചനങ്ങൾ എല്ലാ ദിവസവും, നിയമാവർത്തനം 28 1 മുതൽ 14 വരെ വചനങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. വീട്ടിൽ മനപ്പാഠം പഠിച്ചിട്ട് ആ വചനം മൊത്തം അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. നിരന്തരം ആ വചനം വീട്ടിൽ വായിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് മാറും. ദാരിദ്ര്യത്തിൻ്റെ പിശാച് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീട് വിട്ട് പുറത്തു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൻ കൈത്തിരി